ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ മറ്റൊരു ചരിത്രശേഷിപ്പായിട്ടുള്ള തലശ്ശേരിയിലെ അറബിക്കടലിനോട് സമീപമായി സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി കോട്ട കാണാനായിട്ടാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ തങ്ങളുടെ സൈനിക ശക്തി പ്രബലമാക്കുന്നതിന്റെ ഭാഗമായി 1708 ഈ ഒരു കോട്ട സ്ഥാപിച്ചത്. തലശ്ശേരി കോട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തലശ്ശേരി കോട്ട എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതിൻ്റെ ആ ഒരു കവാടത്തിന്റെ ചിത്രമാണ്. വലിയ ഒരു മതിലും നീണ്ട സ്റ്റെപ്പുകളും തുടർന്നുള്ള ആ ഒരു കവാടവും അതൊരു അടിപൊളി ഫ്രെയിമാണ്. ഒരുപാട് ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ ഒരു സ്ഥലം. ചതുരാകൃതിയിലുള്ള ഭീമാകാരമായ ഈ കോട്ടയ്ക്ക് വലിയ മതിലുകളാണുള്ളത്. അത് ഭയങ്കര വലിയൊരു പ്രത്യേകതയാണ്. നമുക്കറിയാം നമ്മുടെ ഈ മലബാർ സൈഡിലേക്കുള്ള കണ്ണൂർ കോട്ട അതുപോലെ തന്നെ ബേക്കൽ കോട്ടയ്ക്കൊക്കെ വലിയ മതിലുകളുണ്ട്. ഇതും അതേപോലെ തന്നെ നമുക്ക് ആ മതിലിന്റെ മേലെ കൂടെ നമുക്ക് കയറി നടക്കാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചുറ്റുഭാഗത്തുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തിന്റെ അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ആളുകളാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ കോട്ടയുടെ ഫ്രണ്ടിലും ആ മതിലിനോട് ചേർന്നും ഒക്കെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് ഈ കോട്ടയ്ക്കകത്ത് ഒരുപാട് രഹസ്യ അറകളൊക്കെ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ കടലിലേക്കുള്ള ഒരു രഹസ്യ തുരങ്കം ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഈ വാതിലുകളൊക്കെ അതിവിദഗ്ധമായിട്ട് ചിത്രപ്പണി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ശരിക്കും കൗതുകമായിട്ട് തന്നെ തോന്നും. ഒരു കാലത്ത് തലശ്ശേരിയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഈ കോട്ടയായിരുന്നു. ഈ കോട്ടയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തലശ്ശേരി പട്ടണം വളരാൻ തുടങ്ങിയത്. അന്ന് മാത്രമല്ല, ഇന്നും സാംസ്കാരികമായും മറ്റ് വികസനപരമായും ഈ കോട്ട തന്നെയാണ് തലശ്ശേരി പട്ടണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അത് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിലാകും. അവിടുത്തെ ആ ഒരു വൈബും അതുപോലെ തന്നെ ഓരോ സമയങ്ങളിലും ആളുകൾ അവിടേക്ക് വരുന്നത്, അവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ആ തലശ്ശേരി പട്ടണവും ആ ഒരു കോട്ടയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം, അവിടുത്തെ ആളുകൾക്ക് ആ കോട്ടയുമായുള്ള ബന്ധമൊക്കെ നമുക്ക് അവിടെ ചെന്ന് നിന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കേരളത്തിലെ മറ്റ് പുരാതനമായ കോട്ടകളും ബൃഹത്തായ നിർമ്മിതികളെയും പോലെ തന്നെ തലശ്ശേരി കോട്ടയും ഇന്നൊരു ചരിത്ര സ്മാരകമായി നമ്മൾ സംരക്ഷിച്ചു പോരുന്നു. നിരവധി ആളുകളാണ് ഡെയിലി ഈ ഒരു കോട്ട സന്ദർശിക്കാനായിട്ട് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗങ്ങൾ നമ്മൾ ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി നടന്ന് അങ്ങോട്ടേക്ക് ചെന്ന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അവിടെ. ചന്ദൂനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനിങ്ങനെ സ്റ്റെപ്പ് കയറി പോകാനൊക്കെ ഇഷ്ടമാണ്, കുറേ നടക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം റോഡല്ലാതെ ഇതുപോലെ കുറച്ചിങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. അപ്പോൾ കുറേ നേരം ആൾ തന്നെ നടന്നു. പിന്നെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കൗതുകകരമായിട്ട് പഴയ ചില വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം അതൊക്കെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, ആള് പോയി തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് ഇടയ്ക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു ആൾ മൊത്തത്തിൽ. പിന്നെ ഫോട്ടോ എടുക്കുന്ന മാത്രം അവൻ അത്ര ഇഷ്ടമല്ല. ഇവിടെ ഫോട്ടോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇവിടെ നല്ല കുറേ ഫ്രെയിമുകളുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഫോട്ടോസൊക്കെ. ഈ കോട്ടയ്ക്കുള്ളിൽ നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കാണുമ്പം ഞാൻ മുന്നേ പറഞ്ഞ ഒരു നിലവറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഒരു നിലവറ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ ഗൂഗിളിൽ. അവിടേക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നത്, ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ കുറേ പടികളുണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് പടികൾ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലായിട്ട് ഒരു വിളക്കുമാടമുണ്ട്. അത് നല്ല ഭംഗിയാണ്. അവിടെ കുറേ ഒരു ഏരിയ ഉണ്ട് മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സെൻറ്ററിലായിട്ട് ഈ വിളക്കുമാടം ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ പോലൊരു പോർഷൻ ഉണ്ട് വിളക്കുമാടത്തിൻ്റെ. അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. കുറേ ആൾക്കാരൊക്കെ സൈലൻ്റായിട്ട് അവിടെ വന്നിങ്ങനെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഓരോ കോർണറിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് കടലും അതുപോലെ തന്നെ താഴത്തെ ആ ഒരു CSI പള്ളിയുണ്ട്, കടലിനോട് ചേർന്നിട്ട് കോട്ടയ്ക്ക് പിന്നിലായിട്ട് കാണുന്നത്. ആ പള്ളിയുടെയും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ സെമിത്തേരി, അങ്ങനെ താഴേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ആ മുകളിൽ നിന്ന് ആസ്വദിക്കാനും നല്ല ഭംഗിയാണ്. നമ്മൾ കുറച്ച് ഉച്ച സമയത്താണ് പോയതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാലും ആ വിളക്കുമാടത്തിൻ്റെ അവിടെ നമുക്ക് ഇരിക്കാൻ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വന്ന്
നമ്മൾ ഇന്ത്യയുടെ അങ്ങ് നോർത്ത് ഭാഗത്തൊക്കെ ഉള്ള മോണുമെന്റ്സും ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശൊക്കെ സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ തൊട്ട് ചേർന്ന് നമ്മുടെ കേരളത്തിലെ തൊട്ടടുത്ത ജില്ലയിലൊക്കെ കിടക്കുന്ന ഇതുപോലെയുള്ള കോട്ടകളും സ്മാരകങ്ങളൊന്നും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മോശമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തലശ്ശേരി കോട്ട ഇപ്പോൾ വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ വരിക, തലശ്ശേരി കോട്ട വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.